ദൈവിക രോഗശാന്തി ഒരു പെന്തക്കോസ് ഉപദേശമല്ല, ഇതൊരു ബൈബിൾ സത്യമാണ്. ഒന്നുകൂടെ പറയുന്നു, പ്രാർത്ഥനയാലും വിശ്വാസത്താലും രോഗസൗഖ്യം അനുഭവിക്കുക എന്നത് ഇത് പെന്തക്കോസ്തുകാരുടെ ഉപദേശമല്ല, വേദപുസ്തക സത്യമാണ്. മാർത്തോമായിലെ സാധു കൊച്ചിനുപദേശി ഇന്നേക്ക് 187 വർഷത്തിനു മാനസാന്തരപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹം രോഗിയായി തീർന്നപ്പോൾ ചില ആളുകൾ തന്നെ നിർബന്ധിച്ച് നാഗൂറിലുള്ളതായ ഒരു ആശുപത്രിയിൽ പോകാൻ നിർബന്ധിച്ചു. താൻ അവിടെ പോയി. പക്ഷെ പോയിട്ട് ചികിത്സിക്കുകയല്ല ചെയ്തത്, അവിടെ ഒരു ഗംഭീരമായ ഉണർവ്യോഗം നടത്തി തിരിച്ചു പോരുകയാണ് ചെയ്തത്. എന്നാൽ തിരിച്ച് താൻ ഇടയാറുമോളെ വന്നെങ്കിലും തന്നോട് കൂടെ പോയ ഒരു മത്തായിച്ച് എന്ന പേരുള്ളതായ ഒരു വ്യക്തി അദ്ദേഹത്തിന് അല്പം മരുന്ന് മേടിച്ചുകൊണ്ടാണ് വന്നത്. സാധു കൊച്ചുപദേശി രോഗിയായിരുന്നു. ഈ കൊണ്ടുവന്നതായ മരുന്ന് അല്പം തന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. തന്റെ സാധു കൊച്ചുപദേശി തന്റെ വായിൽ മരുന്ന് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ശക്തമായ ഒരു ആത്മപ്രേരണ ഉണ്ടായി, അത് ഇറക്കരുത് എന്ന്. പെട്ടെന്ന് താൻ അത് തുപ്പിക്കളഞ്ഞു. അന്ന് താന് ആ മൂത്താമ്പക്കൽ വീടിന്റെ തെക്കുഭാഗത്തേക്ക് ആ മരുന്ന് വായിലൊഴിച്ചത് ആ മരുന്ന് തുപ്പിക്കളഞ്ഞു. ആ സ്ഥലം ഇന്നൊരു പ്രാർത്ഥനാലയമായിട്ട് കാണപ്പെടുകയാണ്. ബാക്കി മരുന്ന് താന് ആറ്റിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സാധു കൊച്ചുപദേശിയുടെ ആത്മകഥയെക്കുറിച്ച് 1947 KM ജോർജ് അവർ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലെ 36-ാം പേജിൽ ഇത് സവിസ്തരമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ ഒരു അനുഭവം ഒരു പെന്തക്കോസ്തുകാരനായിട്ടുള്ളത് അനുഭവിച്ചത് താൻ ഒരു പെന്തക്കോസ്ത് എന്നല്ല, ഒരു മാർത്തോമാ വിശ്വാസിയായിരുന്നു. കഴിഞ്ഞ 65 വർഷങ്ങളായി പ്രാർത്ഥന രോഗശാന്തി അനുഭവിക്കുന്ന യാക്കോബക്കാരിയായ ഒരു മാതാവിനെ എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഇത് ദൈവ രോഗശാന്തി ഒരു വേദപുസ്തക സത്യമാണ്. പെന്തക്കോസ്തുകാര് ഉരുവാക്കിയെടുത്ത ഒരു ഉപദേശമല്ല. സ്തോത്രം. നിങ്ങൾ അനേകരും ചാർലി കൗൾസൺ എന്ന ഡ്രമ്മർ ബോയിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ചരിത്രം വായിച്ചിട്ടുണ്ടാവും. അതായത് അമേരിക്കൻ പട്ടാളത്തിൽ ഒരു യുദ്ധരംഗത്ത് യുദ്ധക്കളത്തിൽ മുറിവേറ്റവരെ സൈനിക ആശുപത്രിക്ക് കൊണ്ടുവരികയും അവിടെ അവർക്ക് വേണ്ടുന്ന ആ കാര്യങ്ങൾ ഒരു ഡോക്ടർ ചെയ്യുകയും ചെയ്യുകയായിരുന്നു. മുറിവേറ്റ് വന്നവരിൽ ഒരു കൈ മുറിച്ചു കളഞ്ഞ് രക്ഷപ്പെടുത്തേണ്ട ആളുകളുണ്ട്, ഒരു കാല് മുറിച്ചു കളഞ്ഞ് രക്ഷപ്പെടുത്തേണ്ട ആളുകളുണ്ട്, ഒരു കൈയും കാലും വരെ മുറിച്ചു കളഞ്ഞ് രക്ഷപ്പെട്ടേക്കും എന്ന നിലയിൽ കൊണ്ടുവരപ്പെടുന്നവരുമുണ്ട്. അതിൽ ഒരു 17 വയസ്സുള്ള ഒരു ബാലൻ ഉണ്ടായിരുന്നു. അവന്റെ കൈയും കാലും മുറിച്ചാൽ കളഞ്ഞാൽ ഒരു പക്ഷേ അവൻ ജീവിച്ചിരുന്നേക്കും എന്നതുകൊണ്ട് ഡോക്ടർ ആ കൈയും കാലും മുറിപ്പാനായിട്ട് ഉള്ള തീരുമാനം അവനെ അറിയിച്ചു. അവനോട് പറഞ്ഞു, നിനക്ക് ക്ലോറോഫോം തന്ന് മയക്കി ഈ അസ്ഥികൾ വേർപെടുത്തട്ടെന്ന് ചോദിച്ചു. എന്നാൽ ആ ചാർലി പറഞ്ഞതായ മറുപടി ഏതു മനുഷ്യരെയും ആശ്ചര്യപ്പെടുത്തുന്നതായിരുന്നു. അവൻ പറഞ്ഞതായ സാക്ഷ്യം, എന്റെ പിതാവ് ഒരു മദ്യപാനിയായിരുന്നു, മദ്യപാനിയായി മരിച്ചു. എന്റെ മാതാവ് എന്റെ 5 വയസ്സിൽ എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മകനെ, നിന്റെ അപ്പൻ മദ്യപാനിയായി മരിച്ചു, നിനക്കൊരിക്കലും അങ്ങനെ സംഭവിക്കരുത്. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരു ലഹരി വസ്തു നിന്റെ വായിൽ വെക്കുവാൻ ഇടവരരുത്. മാത്രമല്ല, ഈ ലഹരി ഉപയോഗത്തിന് എതിരെ ബോധവൽക്കരണം നടത്തുന്ന ഒരു വ്യക്തിയായി നീ ഭാവിയിൽ മാറണമെന്നാണ് നിന്റെ പെറ്റമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 9.5 വയസ്സുള്ളപ്പോൾ ഒരു സൺഡേ സ്കൂളിൽ വെച്ച് യേശു രക്ഷിതാവായി അവൻ സ്വീകരിച്ചു. അങ്ങനെ മറ്റൊരു ജോലിയില്ലാതിരുന്ന സമയത്ത് പട്ടാളത്തിൽ ചേർക്കാനുള്ള പ്രായം തികയാത്തതിനാൽ അവനെ പട്ടാളത്തിൽ ഡ്രമ്മടിക്കുന്ന ഒരു ജോലി, ഡ്രമ്മർ ബോയ് ആയിട്ട് അവനെ അവരെടുത്തു. ആ ജോലി കയറി കേവലം 3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഇതാ യുദ്ധത്തിൽ മുറിവേറ്റ് ഗുരുതരമായ അവസ്ഥയിൽ അവൻ സൈന്യാശുപത്രി കൊണ്ടുവരപ്പെട്ടിരിക്കുകയാണ്. അവനോട് ചോദിച്ചു, ക്ലോറോഫോം തന്ന് നിന്നെ മയക്കിത് ചെയ്യട്ടെ? അവൻ പറഞ്ഞ മറുപടി, എന്റെ സാക്ഷ്യം ഇതാണ്, എന്റെ അമ്മയോട് ഞാൻ ചെയ്തതായ ഉടമ്പടി പ്രകാരം ഇന്നുവരെയും കാപ്പിയും ചായയും ഒഴികെ യാതൊരു ഉത്തേജകങ്ങളും ലഹരി വസ്തുക്കളും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്കത് വേണ്ട. അപ്പോൾ ചോദിച്ചു, കുറഞ്ഞ പക്ഷേ ഒരു ബ്രാൻഡിയെങ്കിലും.
ഈ വിധത്തിൽ ജീവിച്ച, ഇനി ഒരുപക്ഷെ എത്ര വേഗം മരിച്ച് സ്വർഗത്തിലേക്ക് പോകാനിരിക്കുന്നതായ എന്റെ വയറ്റിലേക്ക് പ്രാണ്ടിയും കൂടെ തന്ന് അയക്കാനാണോ ഡോക്ടറുടെ താല്പര്യം? അദ്ദേഹം ആശ്ചര്യപ്പെട്ടു പോയി. തന്റെ ആ ശുശ്രൂഷകനെ വിളിച്ചു വരുത്തി. ആ ശുശ്രൂഷകന് വന്നതായ സമയത്ത് ആ ശുശ്രൂഷകനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, എന്നെ മാതാവിന് ഒരു കത്തെഴുതി ഏൽപ്പിക്കണം. എന്റെ തലയിണ കീഴിരിക്കുന്നതായ കൊച്ചു ബൈബിളിന് അമ്മയെ ഏൽപ്പിക്കണം. എന്നിട്ട് പറയണം, അമ്മയുടെ മകൻ അമ്മ പറഞ്ഞ ഉപദേശത്തെ ഇന്നുവരെയും പാലിച്ചിട്ടുണ്ട്. എന്റെ സൈനിക സേവനത്തിനിടയിൽ പോലും ഒരു ദിവസം പോലും ഈ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിച്ച് പ്രാർത്ഥിക്കാതെ അവസാനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അമ്മയുടെ മകൻ അമ്മയുടെ ഉപദേശത്തെ ഇന്നുവരെയും പാലിച്ചിരിക്കുന്നു എന്ന് ഉള്ള സന്തോഷ വാർത്ത കത്തെഴുതി അറിയിക്കണം. 2, സൺഡേ സ്കൂൾ സൂപ്രണ്ടിന് ഒരു കത്തെഴുതണം. ആ കത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കണം, എന്റെ സൂപ്രണ്ട് എനിക്ക് സൺഡേ സ്കൂൾ പഠിപ്പിച്ചതായ ഉപദേശങ്ങൾക്കായിട്ട് നന്ദി. ഞാൻ ഇന്ന് ഈ നിലയിൽ ആയിരിക്കുന്നതിന് എല്ലാ കടപ്പെട്ടിരിക്കുന്നത് തന്റെ സ്നേഹവും ഉപദേശവും വാത്സല്യവുമാണ് അതെ എന്ന് അദ്ദേഹത്തിനും അറിയിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷമായി അവന്റെ താല്പര്യപ്രകാരം അവൻ ആ ക്ലോറോഫോം കൊടുക്കാതെ അവന്റെ കൈകാലുകൾ മുറിക്കുവാൻ തീരുമാനിച്ചു. അവന്റെ മാംസം മുറിച്ചു മാറ്റിയിട്ട് അവൻ ഡോക്ടറോട് പറഞ്ഞതായ വാഗ്ദത്തപ്രകാരം ഒന്നും ഞരങ്ങുക പോലും ചെയ്തില്ല പോലും. അത് കഴിഞ്ഞപ്പോൾ അവൻ അസ്ഥികൾ വേർപെടുത്തുവാനായി കത്തിയെടുത്തു. ഡോക്ടർക്ക് ഒരു വലിയ സംശയം ഉണ്ടായി. ഇവനെ ഒന്നും ചെയ്ത് മയക്കാതെ ഇവൻ നിലവിളിക്കുമോ? ഉടനെ അവൻ പറഞ്ഞത് ഒരിക്കലുമില്ല. ക്ലോറോഫോം പോലും കൊടുത്ത് മയക്കാതെ അവന്റെ കൈ കാലുകൾ അസ്ഥികൾ മുറിച്ചു മാറ്റുമ്പോൾ അതിവേദനയിൽ പുളഞ്ഞെന്ന് വരികിലും അവനെ കിടത്തിയിരുന്ന തലയിണയുടെ മൂല കടിച്ചു പിടിച്ചുകൊണ്ട് അവനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശുവേ, എന്റെ പ്രിയ യേശുവേ, നീ ഇപ്പോൾ എന്റെ അരികിൽ തന്നെ നിൽക്കണമേ. അവൻ ആ ശസ്ത്രക്രിയയിലും ആ വേദന മുഴുവനും യേശുവിന്റെ വിശ്വാസത്തിൽ, നിഷ്കളങ്ക വിശ്വാസത്തിൽ ഒരു മയക്കോൻ പോലും അനുവദിക്കാതെ അത് അത്രയും സഹിച്ചു പിടിച്ചു. അതിനുശേഷം അവനോട് ഉണ്ടായിരുന്ന പലരും മരിച്ചു. എന്നാലും അവൻ മരിക്കുന്നതിന് മുൻപ് അവനെ സന്ദർശിക്കുവാൻ അവന്റെ സഭയിൽ നിന്നില്ല വിശ്വാസികൾ വന്നുപോലും. അവർ വന്ന് പ്രാർത്ഥിച്ചു. അവരോട് ചേർന്ന് പ്രാർത്ഥിച്ചു. അവരൊരു പാട്ടുപാടി, യേശുവേ എന്ന പ്രാണസ്നേഹിത. അവൻ അവരോട് ചേർന്ന ആ വേദനയിലും പാട്ടുപാടി. അത് ഏവരെയും ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതിനുശേഷമായിട്ട് അവൻ താമസിക്കാതെ കണ്ണുകളടച്ചു. എന്നാൽ അവൻ എല്ലാ സൈനിക ബഹുമതിയോടുകൂടെ അടക്കി. എന്നാൽ ഒരു വിശേഷമായ കാര്യമുണ്ടായി. അവൻ മരിക്കും മുമ്പ് ആ ഡോക്ടറെ കാണണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടറോട് പറഞ്ഞു. താൻ യഹൂദനായിരുന്നു. ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ, താങ്കൾ എന്റെ കൈകാലുകൾ അസ്ഥി വേർപെടുത്തുന്നതായ ആ സമയത്ത് ഞാൻ അങ്ങയെ രക്ഷിക്കണമെന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന്. ഈ വാക്കുകൾ ആ ഡോക്ടറുടെ ഹൃദയത്തിൽ തറയ്ക്കുകയും പിന്നീട് യേശുവിനെ ഏറ്റവും വെറുത്തൊരു യഹൂദ ആദാസ്തുതിയനായിരുന്നിട്ട് പോലും യേശു രക്ഷിതാവായി സ്വീകരിച്ചു. പിന്നീട് ഒരു യോഗത്തിൽ അവന് മാതാവ് സാക്ഷ്യം പറഞ്ഞു. ഈ സാക്ഷ്യം ഒടുവിലത്തേതാവാം. ഇനിയൊരു സാക്ഷ്യത്തിന് അവസരം കിട്ടാതെ ഞാൻ മരിച്ചാൽ എന്റെ പ്രിയ മകന്റെ അടുക്കലേക്കും ചെന്നുചേരും. തന്റെ മകന് നേരിട്ട ആ ആപത്തും ആശുപത്രിയിലെ അനുഭവങ്ങളും അവന്റെ പ്രാർത്ഥനയും മരണക്കിടക്കയിൽ പോലും അവന്റെ ഡോക്ടറിന്റെ പ്രാർത്ഥിച്ചതും പറഞ്ഞപ്പോൾ ആ മകന്റെ അന്തിമാഭിലാഷത്തെ നിറവേറ്റി രക്ഷിക്കപ്പെട്ടുവെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ആ ഡോക്ടർ ആ മീറ്റിംഗിൽ ചെന്ന് മാതാവിനെ കെട്ടിപ്പിടിച്ചു പോലും. അതെ, നിങ്ങളുടെ മകന്റെ പ്രാർത്ഥന എനിക്ക് സബലീകൃതമായി ഞാനൊരു ക്രിസ്ത്യാനിയായി മാറിയിരിക്കുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കുക. ദൈവിക രോഗശാന്തി ഇത് പെന്തക്കോസ്തുകാരുടെ സൃഷ്ടിയല്ല. സ്തോത്രം. ഇത് ഒരു വേദപുസ്തക സത്യമാണ്. തിരുവചനം വായിക്കുന്നവർക്കും സുവിശേഷം വായിക്കുന്നവർക്കും യേശുവിനെ അറിയുന്നവർക്കും അവനെ ക്രൂശുമരണത്തെ ധ്യാനിക്കുന്നവർക്കും അവനെ പരമാർത്ഥ ഹൃദയത്തോടെ പിൻപറ്റുന്നവർക്കും പൂർണ്ണഹൃദയത്തോടെ യേശുവിനെ സ്നേഹിക്കുന്നവർക്കും ആരായിരുന്നാലും അവർക്കെല്ലാം പിൻപറ്റുവാൻ കഴിയുന്ന ഒരു വേദപുസ്തക സത്യമാണ് ദൈവിക രോഗശാന്തി. ദൈവത്തിന് സ്തോത്രം. ദൈവിക രോഗശാന്തിയെക്കുറിച്ച് ബൈബിൾ എന്തു പറയുന്നു? ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ അബ്രഹാമിനോട് യഹോവ അരുളി ചെയ്യുകയാണ്, ഞാൻ ആരാകുന്നുവെന്ന്. ഒന്ന് വായിച്ചാട്ടെ.
അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കൻ ആയിരിക്കാം. 75 വയസ്സിൽ അബ്രഹാമിനെ ദൈവം വിളിച്ചു. അവൻ മക്കളില്ലാത്തവനായിരുന്നു. അവന് മക്കളെ കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അത് നിറവേറിയില്ല. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോൾ 99 വയസ്സോളമായി അവനോട് ദൈവം പറയുകയാകുന്നു, അബ്രഹാമേ, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു. ഈ എബ്രായ ഭാഷയിൽ ഏൽ ശദ്ദായി, എല്ലാറ്റിനും ശക്തനായൊരു ദൈവം. അതുപോലെയാണ് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ അവിടെ ഇസ്രായേൽ ജനതയോട് അവിടെ മരുപ്രയാണമധ്യേ യഹോവ പറയുന്നതായ ഒരു വാക്ക് വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവന്റെ കൽപ്പനകളെ അനുസരിച്ച് അവന്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരുത്തുകയില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ ആകുന്നുവെന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹീബ്രു ഭാഷയിൽ യഹോവ രാഫ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, വിശപ്പിന് ഭക്ഷണം കഴിക്കുന്നില്ലേ, എന്നാ പിന്നെ രോഗസൗഖ്യത്തിന് ഔഷധം ഉപയോഗിച്ചാൽ എന്താണെന്ന് അതിനെ വ്യത്യസ്തമാക്കിയിരിക്കുകയാണ്. വിശപ്പിന് ഭക്ഷണം ഒരു ഇസ്രായേൽ മക്കളുടെ പരിപ്രയാണത്തിൽ അവർക്ക് ദാഹിച്ചു. യഹോവയായ ദൈവം എന്തു പറഞ്ഞു? സാരമില്ല, ഞാൻ നിങ്ങളുടെ ദാഹമെല്ലാം ശമിക്കാമെന്ന് പറഞ്ഞില്ല. തീക്കൽ പാറയെന്ന് വെള്ളം പുറപ്പെടുവിച്ചു കൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു. അവനവർക്ക് ആകാശത്ത് മന്ന പൊടിയിച്ചു കൊടുത്തു 40 വർഷങ്ങൾ. പിന്നെയും അവർ ഒരു അതിര് കടന്നൊരു ചോദ്യം ചോദിച്ചു, ഞങ്ങൾക്ക് മാംസം കഴിക്കണമെന്ന ഒരാഗ്രഹമുണ്ട്. ആയിക്കോട്ടെ, ദൈവത്തിന് അത്ര പ്രസാദമായില്ല. കൂടെയും തന്റെ ജനത്തിന്റെ ആഗ്രഹ നിവൃത്തിക്കായി അവൻ കാടകളെ വർഷിപ്പിച്ചു കൊടുത്തു. വെള്ളത്തിന് തീക്കൽപ്പറയിൽ നിന്ന് നദിയെ പുറപ്പെടുവിച്ചു. അവിടെ ആഹാരത്തിന് മന്നായും കാടയും കൊടുത്തു. എന്നാൽ രോഗത്തിന്റെ കാര്യത്തിലേക്ക് വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. അപ്പോൾ ഭക്ഷണം വേറെ, ഔഷധം വേറെ അവിടെ വ്യക്തമായിട്ട് തീർത്തിരിക്കുകയാണ്. രോഗത്തിന്റെ വിഷയത്തിൽ വന്നപ്പോൾ പറയുകയാണ്, അതിന് വേറൊരു ഉപാധി ഞാൻ പറയുന്നില്ല, അതിനൊരു വൃക്ഷം ചൂണ്ടിക്കാണിക്കുന്നില്ല, അതിനെ ഞാൻ ഓരോ പ്രത്യേകമായ ഒരു പ്രതിവിധി പറയുന്നില്ല. ഒരേ ഒരു പ്രതിവിധിയാണ്, ഞാൻ രോഗം വരുമ്പോൾ ഞാൻ നിന്നെ സൗഖ്യമാക്കും. അതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാമത്തെ വാക്യത്തിൽ മറ്റൊരു വാഗ്ദത്തം കാണുന്നുണ്ട്. അതെന്താണ്? നീ കഴിക്കുന്ന ആഹാരവും വെള്ളവും ഞാൻ അനുഗ്രഹിച്ചിട്ട് നിനക്ക് സൗഖ്യമായി തീരും. വായിച്ചാട്ടെ. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും. അതെ, ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നാം ഭക്ഷിക്കുന്ന ആഹാരവും നാം കുടിക്കുന്നത് വെള്ളവും അനുഗ്രഹിച്ചിട്ട് നമ്മുടെ രോഗങ്ങളെ അകറ്റാമെന്നുള്ള വാഗ്ദത്തം അവിടെ കൊടുത്തിരിക്കുക. വേദപുസ്തകത്തിൽ ഉടനീളം അത് ദൈവം സൗഖ്യമാക്കുന്നവരാകുന്നു എന്നുള്ള ആ വിഷയത്തെ വിശദമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ പുതിയ നിയമത്തിൽ രക്ഷ എന്നുള്ള വാക്ക് കാണുന്നുണ്ട്. അതിന് ഗ്രീക്കിൽ കൊടുക്കുന്ന സോസോ എന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം ഒരു പൂർണ്ണ രക്ഷയെന്ന. പൂർണ്ണരക്ഷ എന്ന് പറഞ്ഞാൽ പാപത്തിന് ഫലമായി ശിക്ഷാപതി എന്നുള്ളതായ രക്ഷ എന്നൊരർത്ഥം. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 4:12 മറ്റൊരുത്തിനും രക്ഷയില്ല എന്നുള്ള വാക്ക്. എഫെസ്യർ 2:8 കൃപയാലല്ലോ വിശ്വാസമൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടൊക്കെ ആ വാക്കാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് രോഗത്തിൽ നിന്നുള്ളതായ സൗഖ്യം. ആ സൗഖ്യം എന്നുള്ളതിനും ഈ സോസോയാണ് കൊടുത്തിരിക്കുന്നത്. മത്തായിയുടെ വിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ യേശു പറയുന്നു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, അഥവാ നിന്നെ സൗഖ്യമാക്കിയിരിക്കുന്നു. 10-ന്റെ 52-ാം വാക്യത്തിലും അവിടെ സൗഖ്യം എന്നതിനും അവിടെ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. മൂന്നാമത് സാത്താന് ബന്ധനത്തുള്ളതായ വിടുതലിനും ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ലൂക്കോസ് 8-ാം അധ്യായം 36-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ അതെ സാത്താന് ബന്ധനത്തിൽ നിന്നുള്ളതായ വിടുതൽ. യൂദായുടെ ലേഖനം 5-ാം വാക്യത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്,
പാപത്തിന്റെ ഫലമായുണ്ടായതിനുള്ളതായ രക്ഷ, പൈശാചികമായ സാത്താന്യമായ അടിമത്തിൽ നിന്നുള്ളതായ വിടുതൽ, അടുത്തത് രോഗത്തിനുള്ളതായ സൗഖ്യം. ഇതിനെല്ലാം സ്വോ എന്നുള്ള ഗ്രീക്ക് വാക്യത്തിന്റെ അർത്ഥം ഇതാണ്: ശരീരത്തിലും ദേഹിയിലും ആത്മാവിലുള്ള സമ്പൂർണ്ണ രക്ഷ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതെ, ഇന്ന് ഈ ദൈവിക ലോകശാന്തിയെക്കുറിച്ച് പറയുന്നതായ വേളയിൽ അനേകർക്കും പലവിധമായ സംശയങ്ങളുണ്ട്. അതിൽ ഒരു സംശയം, ദൈവം തന്നെയല്ലേ ഈ ഭൂമിയിൽ ഔഷധ സസ്യങ്ങളെ സൃഷ്ടിച്ചത്? അത് ചികിത്സയ്ക്കല്ലെങ്കിൽ പിന്നെ ദൈവത്തിനെ ഔഷധ സസ്യങ്ങളെ സൃഷ്ടിച്ചത്? കുറുന്തോട്ടിയും പിന്നെന്തൊക്കെ എനിക്കറിഞ്ഞാൻ വയ്യ. പിന്നെ ദൈവം സൃഷ്ടിച്ചത് ഇത് രോഗസൗഖ്യം ഉപയോഗിക്കാനല്ലേ? പ്രിയമുള്ളവരെ, നമ്മൾ വേദപുസ്തകം പഠിച്ചാൽ അതിന്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 29-30 എന്ന വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം യഹോവ പറയുകയാണ്, എന്തായിരിക്കണം നിങ്ങളുടെ ആഹാരം? ഭൂമിയിലെങ്ങും വിത്തുള്ള സസ്യങ്ങളും വൃക്ഷത്തിന്റെ വിത്തുള്ള ഫലം കായ്ക്കുന്ന സകല വൃക്ഷങ്ങളും ഇതാ ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അവ നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ. മനുഷ്യനോട് പറയുകയാണ്, ഇതാ എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും അതിന്റെ ഫലങ്ങളും നിങ്ങൾ ഞാൻ ആഹാരമായി തന്നിരിക്കുന്നു. 30-ാം വാക്യം, ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഭൂമിയിൽ ചരിക്കുന്ന സകല ഭൂചര ജന്തുക്കൾക്കും ആഹാരമായിട്ട് പച്ച സസ്യമൊക്കെയും ഞാൻ കൊടുത്തിരിക്കുന്നുവെന്ന് ദൈവം കൽപ്പിച്ചു. മനുഷ്യന് മാത്രമല്ല, മൃഗങ്ങൾ, പറവകൾ, എല്ലാ ഭൂചര ജന്തുക്കൾ, ഇവയ്ക്കെല്ലാം പച്ചസസ്യം ആഹാരമായിട്ട് കൊടുത്തിരിക്കുക. സസ്യങ്ങൾ ദൈവം സൃഷ്ടിച്ചത്, സസ്യങ്ങൾ ഏതു തന്നെയായിരുന്നാലും ഇത് മനുഷ്യന്റെ ആഹാരത്തിന്, മനുഷ്യൻ, പക്ഷികൾ, മൃഗങ്ങൾ ഇവിടെ ആഹാരത്തിനായിട്ടാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവന് കൊടുത്ത ആദ്യമേ അവസ്ഥയിൽ നിന്ന് വീണുപോയി കഴിഞ്ഞപ്പോൾ ആഹരിക്കണം എന്ന് പറഞ്ഞു ദൈവം കൊടുത്തതായ സസ്യങ്ങൾ അവൻ അതിന്റെ ഔഷധ ഗുണത്തെ കണ്ടെത്തി ഔഷധമായി ഉപയോഗിക്കാൻ തുടങ്ങിയതുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ റോമാലേഖനം 14-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ അവിടെ സസ്യം തിന്നുന്നത് ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വായിച്ചു. ഒരുവൻ എല്ലാം തിന്നാം എന്ന് വിശ്വസിക്കുന്നു, ബലഹീനനോ സസ്യാദികളെ തിന്നുന്നു. ബലഹീനൻ സസ്യാദികളെ തിന്നുന്നു. അത് ഏത് ഉദ്ദേശത്തോടെ എന്നും അറിയിലും വിഷയത്തോടെ ബന്ധപ്പെട്ട് പറയുകയാണ്. ബലഹീനനായ ഒരു വ്യക്തി, വിശ്വാസത്തിൽ ബലഹീനനായവൻ ഈ ആഹാരമായി കഴിക്കുന്നതായ സസ്യങ്ങളെ അവൻ ഔഷധത്തിനായിട്ട് കഴിക്കുന്നു. എന്നോട് പറയാം, ദൈവം സസ്യങ്ങൾ സൃഷ്ടിച്ചത് ആഹാരത്തിന് വേണ്ടിയാണ്. എന്നാൽ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാം, പക്ഷേ മനുഷ്യൻ വീണുപോയി കഴിഞ്ഞപ്പോൾ ആഹാരത്തിനായിട്ട് കൊടുത്തതിനെ അവനതിനെ ചികിത്സിക്കൽ ഔഷധമാക്കി ഉപയോഗിക്കാൻ തുടങ്ങി. യേശുക്രിസ്തു ഒരു പ്രത്യേക വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞു, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഏത് വിഷയമാണ് നിങ്ങൾക്കറിയാം? ക്രിസ്തുവിന്റെ അടുക്കൽ ഒരു ചോദ്യം കൊണ്ടുവന്നു, ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ? ക്രിസ്തു പറഞ്ഞു ശരിയല്ല. അപ്പൊ തിരിച്ചൊരു ചോദ്യം, മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഏതെങ്കിലും തക്കതായ വിഷയമുണ്ടെങ്കിൽ ഉപേക്ഷണപത്രം കൊടുക്കാമെന്ന്. അപ്പോൾ മോശ പറഞ്ഞത് അനുസരിക്കേണ്ടതല്ലേ, ദൈവം കൊടുത്ത പ്രമാണമല്ലേ എന്നൊരു വ്യംഗ്യേന ചോദിക്കുകയാണ്. അപ്പോൾ അതുവരെയും മറഞ്ഞിരുന്ന ഒരു കാര്യം മോശയെ പർവ്വതത്തിലേക്ക് വിളിച്ചവൻ പറഞ്ഞുകൊടുത്തു. ഇങ്ങനെയാണ് പറഞ്ഞത്, അത് ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. അതിനർത്ഥം വിവാഹമോചനം ദൈവത്തിന് ആദിമ പദ്ധതിയിൽ ഇല്ല. പിന്നെ പറഞ്ഞത് അവരുടെ ഹൃദയകാഠിന്യ നിമിത്തം അത് അനുവദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരിക്കലും അത് ദൈവഹിതമല്ല, മനുഷ്യ ഹൃദയകാഠിന്യ നിമിത്തം അങ്ങനെ അനുവദിച്ചെന്ന് മാത്രം. ആ വാചകം ശ്രദ്ധിക്കുക, ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. ഔഷധങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ സൗഖ്യത്തിന് വേണ്ടിയല്ലെന്ന് ചോദിച്ചാൽ അല്ല, ആദിയിൽ അങ്ങനെയായിരുന്നില്ല. മനുഷ്യൻ വീണുപോകുകയും ദൈവ സംസർഗം തകർന്നു പോകുകയും ദൈവത്തിലെ വിശ്വാസം കുറഞ്ഞു പോകുകയും ദൈവത്തിലെ ആശ്രയം അത് ഇല്ലാതായിത്തീരുകയും ചെയ്തപ്പോൾ, ബലഹീനനായപ്പോൾ, വിശ്വാസത്തിൽ ബലഹീനനായപ്പോൾ ആഹാരമായി കൊടുത്തതിനെ അവന് അത് ഔഷധമായി ഉപയോഗിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് വാസ്തവം. പലരും ബുദ്ധിമുട്ടിലേക്ക് കയറിയൊരു ചോദ്യം ചോദിക്കുന്നു. വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് പറഞ്ഞു, തിമോഥെയോസ് ഒരു അപ്പോസ്തലനാണ്, തിമോഥെയോസിനോട് പറഞ്ഞു, നിന്റെ കൂടെ ഉള്ളതായ അജീർണ നിമിത്തം
അല്പം വീഞ്ഞ് സേവിക്കാം. 1 തിമോഥെയോസ് 5-ാം അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചാൽ, മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെ ഉള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക. തിമോഥെയോസിന് പറയുകയാണ്, നിന്റെ ക്ഷീണവും കൂടെക്കുള്ളതായ ആ അജീർണം നിമിത്തം അല്പം വീഞ്ഞ് സേവിക്കാമെന്ന് പറഞ്ഞു. അത് ഒരു ഔഷധ നിലയിലല്ലേ പറഞ്ഞതെന്നാണ്. ചിലര് വേറൊരു ഭാഷയോടെ പറയുന്നുണ്ട്, അല്പം ലഹരി കൂടുതലാവുന്നു, ഭൂസൊന്നും ആകരുത്, അല്പം ഉപയോഗിക്കാമെന്നതിന്റെ ഒരു അനുവാദം കൂടിയാണെന്ന് പറയുന്നവരെയും എന്നോട് പറഞ്ഞിട്ടുള്ളവരെയും എനിക്കറിയാം. പക്ഷേ ഈ രണ്ടർത്ഥവും വരുന്നില്ല. ശ്രദ്ധിച്ചാട്ടെ, ഇത് ലഹരി ആയിരുന്നില്ല. അല്പം വീഞ്ഞ് സേവിക്കുക എന്ന് പറഞ്ഞാൽ അത് ലഹരി ഉപയോഗിക്കാം എന്നല്ല. അതായത് വീഞ്ഞ് എന്ന പദം ലഹരി ഉള്ളത് അഥവാ മദ്യം എന്ന നിലയിലും ഉപയോഗിച്ചിട്ടുണ്ട് ബൈബിളിൽ. മുന്തിരിച്ചാറ് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസ് എന്ന നിലയിലും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് വീഞ്ഞിന് പൊതുവെ ബൈബിൾ കൊടുക്കുന്ന ഒരു വാക്ക് ഒയിനോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ്. വീഞ്ഞിന് പൊതുവായി കൊടുത്തിരിക്കുക. എന്നാൽ മദ്യം അഥവാ സ്ട്രോങ് ഡ്രിങ്ക് അതിന് വീഞ്ഞുള്ള വാക്ക് കൊടുക്കുമ്പോൾ അതിന് പ്രത്യേകമായ വാക്ക് കൊടുക്കുന്നു. സിഖേറ എന്നുള്ള പദമാണ് കൊടുക്കുന്നത്. അതായത് പുളിപ്പിച്ച് ലഹരി ഉള്ളതായ മുന്തിരിച്ചാറ് അല്ലെങ്കിൽ വീഞ്ഞ് എന്ന് പറയാം. മദ്യം നമ്മുടെ ഭാഷയിൽ മദ്യം. അതിന് ആ വാക്കല്ല കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആ വാക്ക് നമ്മൾ ബൈബിളിൽ പലയിടത്തും കാണുന്നുണ്ട്. എഫേസ്യ ലേഖനം 5-ാം വാക്യത്തിൽ വീഞ്ഞ് കുടിച്ച മത്തരാകരുത് എന്നർത്ഥം ലഹരിയുള്ള വീഞ്ഞ് കുടിക്കരുത് എന്നാണ്. അല്ലെങ്കിൽ മദ്യം വീഞ്ഞ് കുടിക്കരുതെന്നാണ്. 1 ദിവസം 3-ാം വാക്യത്തും അവര് വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം. അവിടെ ഈ സ്ട്രോങ് റിംഗ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിനും 3-ാം വാക്യത്തിലും അവിടെയും വീഞ്ഞ് അടിമപ്പെടാത്ത വൃദ്ധമാർ, അവിടെയും ഈ വാക്ക് അതായത് ഈ സിക്കറ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അഥവാ ലഹരിയുള്ള മുന്തിരിച്ചാറ് അത് ഉപയോഗിക്കും. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് മധുരമുള്ള മുന്തിരിച്ചാറിന് അല്ലെങ്കിൽ ഗ്രേപ്പ് ജ്യൂസിന് വേറൊരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഗ്ലൂക്കോസ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് ആ വാക്കാണ് 1 തിമോഥെയോസ് 5:23 കാണുന്നത്. അഥവാ മദ്യപയോഗിക്കാമെന്നല്ല, രോഗസൗഖ്യത്തിനായിട്ട് വീര്യമുള്ള വീഞ്ഞുപയോഗിക്കാമെന്നല്ല, പിന്നെയോ നീ ഈ മുന്തിരി ജ്യൂസ് ഉപയോഗിക്കാമെന്ന്. അത് പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാല്, അത് ആ കാലഘട്ടങ്ങളിൽ യഹൂദന്മാരുടെയിൽ ഗ്രേപ്പ് ജ്യൂസ് ഒരു സാധാരണ ഉപയോഗമായിരുന്നു. വൈകുന്നേരം പറിച്ചു വയ്ക്കുന്നതായ ആ മുന്തിരിപ്പഴം രാത്രി സൂക്ഷിച്ച് രാവിലെ അത് പിഴിഞ്ഞു കുടിക്കുക, അത് സാധാരണമായിരുന്നു. എന്നാൽ അത് ഈ തിമോഥെയോസിന് പറഞ്ഞത് മരുന്ന് എന്ന വിധം ആയിരുന്നില്ല. പലസ്തീനില് ഈ ഗ്രേപ്പ് ജ്യൂസ് ഒരു ദേശീയ പാനീയമായിരുന്നു. നമ്മൾ ഉൽപ്പത്തി 14-18 നോക്കുമ്പോൾ അബ്രഹാം മൽക്കിസേദക്കിനെ കണ്ടുമുട്ടുന്നതായി കാണുന്നുണ്ട്. ആ സമയത്ത് മൽക്കിസേദക്ക് അബ്രഹാമിന് കൊണ്ടുവന്നതായ 2 സമ്മാനങ്ങൾ, ഒന്ന് അപ്പവും പിന്നെ വീഞ്ഞും. അത് ആ യഹൂദന്മാരുടെ ഇടയിലുള്ളതായ ഒരു സാധാരണ പാനീയമായിരുന്നു. അതുപോലെ തന്നെ ആവർത്തന പുസ്തകം 18-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഇതിന് വീഞ്ഞിന്റെ ആദ്യ ഭാഗം യഹോവയ്ക്ക് അർപ്പിക്കണം. അത് മദ്യം എന്നുള്ള അർത്ഥത്തിലാണെന്ന് ഇടമറുകോ മറ്റോ ഒരു പുസ്തകത്തിൽ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുള്ളത് യഹോവയ്ക്കും വീഞ്ഞ് മദ്യം വേണ്ട ആളാണെന്ന് ആക്ഷേപിച്ചതായി ഞാൻ വായിക്കാനിടയായി. അവിടെ യഹോവയ്ക്ക് അർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് മദ്യം എന്നുള്ള നിലയിലല്ല, പിന്നെയോ ഗ്രേപ്പ് ജ്യൂസ് അല്ലെങ്കിൽ നിന്റെ വീഞ്ഞിന്റെ ആദ്യ ഭാഗം കൊടുക്കണമെന്ന്. അതുപോലെ ഉൽപ്പത്തി പുസ്തകം 29:4 പാനീയാഗമായി വീഞ്ഞ് ലേവ്യ 23:13 കാണുന്നുണ്ട്. പാനീയാഗമായി വീഞ്ഞ് അത് സ്ട്രോങ് ഡ്രിങ്ക് അല്ല, പിന്നെയോ അത് ഗ്രേപ്പ് ജ്യൂസ് എന്ന അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അഥവാ അതുപോലെ നാം പുതിയ നിയമത്തില് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശു കാനാവിലെ കല്യാണത്തിന് പോയി. അവിടെ വീഞ്ഞ് തീർന്നപ്പോൾ യേശു പച്ചവെള്ളം വീഞ്ഞാക്കി കൊടുത്തു. അത് ഒരു കാരണവശാലും ഇന്ന് വീഞ്ഞൊന്ന് ഉപയോഗിക്കുന്ന കടയിൽ കിട്ടുന്നതായ ആ മദ്യത്തിന് തുല്യമായതല്ല, പിന്നെയോ യേശു അവിടുത്തെ സാധാരണ പാനീയമായ നമ്മുടെ കാപ്പിയോ ചായയോ അല്ലെങ്കിൽ കൊടുക്കുന്നതായ ആ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു എന്ന അർത്ഥമേ അവിടെ വരുന്നുള്ളൂ. ഇനി തിമോഥെയോസിനോട് നീ ക്ഷീണവും ആ നിമിത്തം
അജീർണ നിമിത്തം അല്പം വീഞ്ഞു ശ്രമിക്കാൻ പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഈ സാധാരണ പാനീയമായിരുന്നു മുന്തിരിച്ചാറെന്ന് വരികിലും സ്വയവർജനത്തിന് ഭാഗമായി ചിലര് അത് വേണ്ട എന്ന് വെച്ചിരുന്നു. സാധു കൊച്ചുമുദേശിയുടെ ജീവചരിത്രത്തിൽ താൻ പകല് വെള്ളം കുടിക്കുമായിരുന്നില്ല. എന്റെ രാത്രിയിൽ 10 ആയേ വെള്ളം കുടിക്കത്തുള്ളൂ, പകൽ വെള്ളം കുടിക്കത്തില്ല. താൻ രോഗിയായി കിടന്നപ്പോൾ തന്റെ വായിലേക്ക് ആരോ അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തു. അത് തന്റെ മരുമകനാണെന്ന് വിചാരിച്ച് എടാന്ന് വിളിച്ച് അവനെ ശാസിച്ചു. പിന്നെ നോക്കിയപ്പോഴാണ് അതൊരു പുരോഹിതനാണ് കൊടുത്തത്. ഉടനെ അയ്യോ ക്ഷമിക്കണം, ഞാൻ മരുമനാന്ന് വിചാരിച്ചെന്ന് പറഞ്ഞത്. കാരണം ഞാൻ പകലോ വെള്ളം കുടിക്കാത്ത ഒരു വർജനമുള്ള വ്യക്തിയാണ്. ഇതുപോലെ ചില ആളുകൾ എല്ലാവർക്കും വെള്ളം കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ ചില ആളതിനെ വർജിച്ചിരിക്കുന്നു. ഇതുപോലെ ഇതൊരു സാധാരണ പാനീയമാണെങ്കിലും സ്വയവർജനം എന്ന നിലയിൽ തിമോഥെയോസ് ആ പാനീയത്തെ വേണ്ടാന്ന് വെച്ചിരുന്നു. എന്നാൽ ആ നാസർ വ്രതക്കാരും സംഖ്യ 6 വാക്യത്തിൽ വായിക്കുമ്പോൾ അവരും ഇതിനെ ഈ വീഞ്ഞ് വ്രതകാലത്ത് ഉപയോഗിക്കുമായിരുന്നില്ല. പല സന്യാസ സമൂഹങ്ങളും ഈ വീഞ്ഞ് വർജനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കാത്തവരുണ്ട്. ത്യാഗജീവിതം നയിക്കുന്നവരും ഈ വീഞ്ഞാനെ അല്ലെങ്കിൽ മുന്തിരിച്ചാറിനെ തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. യെരമ്യാ പ്രവചനം 35:7-8 എന്ന വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും നമ്മൾ കാണുന്നത് യോനാദാവിന്റെ മക്കൾ അവര് വീഞ്ഞ് കുടിക്കാതെ ജീവിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മത്തായി 11:18 നമ്മൾ കാണുമ്പോൾ സ്വയവർജനത്തിന്റെ ഭാഗമായി അക്കാലങ്ങളിൽ എല്ലാവരും ഉപയോഗിച്ചിരുന്നതായ മുന്തിരിച്ചാറ് വർജി ജീവിച്ച ആളുകളുണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതമാണ് തിമോഥെയോസ് നയിച്ചിരുന്നത്. തിമോഥെയോസിന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ ശരീരത്തെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു. അത് തന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ അങ്ങനെ മുൻപോട്ട് പോയതിന് ഫലമായി കുറെ കഴിഞ്ഞപ്പോൾ തനിക്ക് ദഹന പ്രശ്നമുണ്ടായി, ക്ഷീണം വർദ്ധിച്ചു, കരയാഹാരം പോലും ദഹിക്കാത്തൊരു നിലയിലായി തീർന്നു. അപ്പോൾ ആ പോഷകദാരിദ്ര്യം പരിഹരിക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ആഹാരത്തിലൂടെ ഇല്ലെങ്കിൽ പാനീയത്തിലൂടെയെങ്കിലും അവന് ഒരു ഊർജ്ജം ലഭിക്കട്ടെ എന്ന നിലയിൽ മാത്രമാണ് വീഞ്ഞ് അല്പം സേവിച്ചുകൊള്ളുക എന്നുള്ളതായ ഒരു ബുദ്ധിോപദേശം ഈ പൗലോസ് തിമോഥെയോസിന് കൊടുത്തത്. അതൊരിക്കലും മരുന്ന് ഉപയോഗിക്കാനോ ലഹരി ഉപയോഗിക്കാനുള്ളതായ ഒരു മൗന അനുവാദമോ നിർദ്ദേശമോ ആയിരുന്നില്ല. ഇന്ന് ഏത് കാരണം കൊണ്ടും ആത്മീയമായ സത്യങ്ങളെ അത് നിഷേധിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമായി തീരുകയാണ്. അതുപോലെ യേശുക്രിസ്തു ചേറ് തേച്ച ഒരു വ്യക്തിയുടെ കണ്ണിന് കാഴ്ച കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. യേശുക്രിസ്തുവിന് ഈ ചേറ് കണ്ണിൽ തേച്ച് സുഖമാക്കിയില്ലേ, അതുപോലെ കുഴമ്പ് തേക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പുരട്ടാനുള്ള ഒരു ന്യായമല്ലേ കാരണം ചോദിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അത് അങ്ങനെയല്ല. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 9-ാം 6 വാക്യത്തിൽ അവിടെ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തി യേശു കണ്ടുമുട്ടുകയാണ്. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി. അവരോട് പറയുന്നു, നീ ശിലോഹം കുളത്തിൽ പോയി കഴുകണമെന്ന് പറയുന്നു. അവൻ ശിലോഹം കുളത്തിൽ പോയി കഴുകി അവന് കണ്ണിൽ കാഴ്ച കിട്ടി. അതാ ചേറ് തേക്കുന്നത് ഏതെങ്കിലും ഒരു ഔഷധ പ്രയോഗത്തിന്റെ നിഴലും അല്ലേ എന്ന് ചോദിക്കുന്നതിനുണ്ട്. ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന് ആവശ്യമുണ്ടായിരുന്നില്ല. ചേറ് തേക്കാതെ തന്നെ അതിന് മുൻപും അതിന് പിൻപും യേശു അനേക കുരുടന്മാരെ സൗഖ്യമാക്കി. അവിടെ ചേർ തേച്ചെങ്കിലേ സൗഖ്യമാകൂ എന്നതുകൊണ്ടല്ല കൊടുത്തത്. എന്റെ അനുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്തു സൃഷ്ടാവാകുന്നു എന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. കൊലോസ്യർ പൗലോസ് പറയുന്നു, അവൻ മുഖാന്തരം മൂലവും അവനാലും അവന് വേണ്ടിയും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു സൃഷ്ടാവായ ദൈവം